ഹക്കീം പറഞ്ഞു ഹക്കീമിന് പേര് പോലും ഇല്ലാത്ത കഥാപാത്രമാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അനുവിലേക്ക് വരുമ്പോ പേരുള്ള കഥാപാത്രമാണ് അല്ലെ. കഥാപാത്രത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതാണ് കഥാപാത്രത്തിന്റെ എന്ത് പറഞ്ഞാലും ഇതിന്റെ ഒരു കഥയുടെ സ്പോയിലറായി ഇപ്പം ആരൊക്കെ തമ്മിലാണ് പേരെന്നോ അല്ലെങ്കിൽ ആര് തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥയുടെ ഒരു മെയിൻ എലമെന്റ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പം അതതിന്റെ ഒരു ഭംഗി കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം നഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു കംപ്ലീറ്റ് പ്രണയ സിനിമയാണ്. അത് എനിക്ക് തോന്നുന്നു അത് നിങ്ങളുടെ ടാഗ് ലൈനിലും ഉണ്ടല്ലോ അല്ലെ, കംപ്ലീറ്റ് പ്രണയ. എല്ലാവർക്കും ഓരോ പേയേഴ്സ് ഉണ്ട്, അത് നമുക്ക് ഉറപ്പിക്കാം. എന്റെ പേര് നിങ്ങൾ ഇതൊരു പുതുമയുള്ള സിനിമയാണ്. വിഷ്ണുമോന്റെ അനുമോഹനും ഹക്കീമും ബേറാവുന്ന ചേച്ചിയും നിഖിലയും ബേറാവുന്ന പ്രത്യേകതരം സിനിമയാണ്. അപ്പം അനു പറയുന്നത് ഇതൊരു പ്രണയ സിനിമയാണെന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് അല്ലേ കഥ ഇന്ന് വരെ. ഇതിനകത്ത് ഏറ്റവും നമ്മളെല്ലാവരെയും, അതായത് ഞങ്ങളെ എല്ലാവരും എക്സൈറ്റ് ചെയ്യിക്കുന്ന ഫാക്ടറാണ് ചേച്ചിയുടെ അഭിനയം കാണാൻ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യണം. അങ്ങനെയൊന്നും വലിയ സംഭവങ്ങളൊന്നും അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലേ അല്ലേ നിഖില? കാരണം നമ്മള് ഇതുവരെ കാണാത്ത ഒരാൾ ഇത്രയും നാള്, പ്രത്യേകിച്ച് നമ്മളെ പോലെ ഡാൻസ് ഇഷ്ടപ്പെടുന്ന, ഡാൻസ് കളിക്കുന്ന എല്ലാവർക്കും ആരാധനയോടെ കാണുന്ന ആളാണ് ചേച്ചി. അപ്പൊ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് അത് ഇന്ന് വരെ കാണാൻ വരണം? ചേച്ചി പറഞ്ഞു. ചേച്ചി ഉള്ളതുകൊണ്ട്, ഞാനുള്ളതുകൊണ്ട്. ഭയങ്കര എളിമ. അതെ, ഇത്ര എളിമയുള്ളൊരു നായിക കിട്ടൂല. പറയ ഹക്കീം. പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളോട് പറയാൻ പറഞ്ഞു, ഞാൻ പറയാം. ഓഹോ, പടം എന്തായാലും മോശമാവില്ല. പർപ്പസ്ഫുള്ളി ആരെങ്കിലും മോശം പറഞ്ഞാലേ ഉള്ളൂ. അതാണ് നിങ്ങളോട് പറയാൻ വിഷ്ണു മോഹൻ പറഞ്ഞു. അല്ലല്ല, ഞാൻ പടം കണ്ടിട്ടില്ല. അതും പറഞ്ഞു വിഷ്ണു, പടം ഞാൻ ആരെയും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ കഥ അറിയാലോ, നല്ല നല്ല പടം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 20 ഇറങ്ങുകയാണ്. അപ്പൊ പോയി കാണുക എന്ന് എനിക്കിപ്പോ പറയാൻ പറ്റും. സെപ്റ്റംബർ 20 തിയേറ്റർ. ഉണ്ടായിരുന്നല്ലോ. അതായത് ഈ ഇന്റർവ്യൂ കാണുന്ന എല്ലാവരും സെപ്റ്റംബർ 20 ആലോചിച്ച് തിയേറ്ററിൽ പോയി കാണണം. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.